ഇത് റെഫറൻസ് എടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല ഇത്. ഇതിപ്പം പക്കാ ഒരു പോലീസ് ഓഫീസർ അല്ല, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ മഞ്ജു അല്ല. മഞ്ജുവിന്റെ ബേസിക് ഒരു സ്വഭാവമേ പേടിയാണ്. അതാണ് ഇതിന്റെ മെയിൻ തീം. ഞാൻ പറഞ്ഞു, ആ പേടിക്ക് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ എനിക്ക് റെഫറൻസ് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, ഇതിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എടുത്താൽ പോലും എനിക്ക് വാണി മാം ആണ് അങ്ങനെ ആ ഒരു അറ്റയറിൽ നിൽക്കുമ്പോൾ എനിക്ക് മലയാളം ആ ഒരു ഇതിൽ ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് യൂണിഫോം ഇട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. ഏറ്റവും കൂടുതൽ തോന്നിയതും ഇതിനകത്തോട്ട് വരാനുള്ള റീസണും അത് തന്നെയാണ്. അപ്പം ഇത് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ മേക്കപ്പ് കുറവ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വരുന്നുണ്ടോ? മേക്കപ്പ് പൊതുവേ ഈ ക്യാരക്ടറിന് കുറവാണ്, വളരെ നാച്ചുറൽ ആയിട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പോലീസ് ഓഫീസർ ആകുമ്പോൾ വേറെ അധികം ഒരു സംഭവം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണീർ ടൈപ്പ് അല്ല, അപ്പം ഭയങ്കര ഹെവി ഓർണമെന്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. മഞ്ജു വീട്ടിലും സിമ്പിൾ ആണ്, യൂണിഫോമിലും അല്ലാതെയും മഞ്ജു സിമ്പിൾ ആണ്. ചേട്ടാ, ഒരു നമ്മൾ അവിടെ ടേക്സ് ഒരുപാട് പോവാറുണ്ടായിരിക്കുമല്ലോ, മാക്സിമം എത്ര ടേക്ക് ആയിരിക്കും പോയിട്ടുള്ളത് ഓർമ്മയുണ്ടോ? അങ്ങനെ അധികം ടേക്ക് എല്ലാം ഫസ്റ്റ് ടേക്കിൽ റെഡി ആക്കുന്ന ആൾക്കാരാണോ? ഒന്നാമത്തെ കാര്യം, ടു ബി വെരി ഓണസ്റ്റ്, സീരിയലിൽ നമുക്ക് ടൈം ആണ് മുഖ്യം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇത്ര മിനിറ്റ്സ് ഫുട്ടേജ് കൊടുക്കാൻ പറ്റണം. അത് എല്ലാവരും കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു എഫേർട്ടാണ്. ഇപ്പം ഡയറക്ടറുടെ സൈഡിലാണെങ്കിലും ക്യാമറാമാനും ഫോക്കസ് പുള്ളറും ആർട്ടിസ്റ്റും ലൈറ്റും എല്ലാം ഒരുമിച്ച് വന്ന് പെട്ടെന്ന് അത് ഒരുമിച്ച് ഒരു ജോബ് ചെയ്ത് ഇത്രയും സീൻസ് തീർക്കാന്നുള്ളതാണ് അതിനകത്ത് വരിക. അപ്പോൾ നമ്മൾ ശരിക്കും സീനൊക്കെ വായിക്കും, നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ സീനോറിനെ വായിച്ച് കേൾക്കുക. നമുക്ക് അത് കഴിയാൻ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു മേ ബി ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു 2-3 ടേക്ക് ചിലപ്പോൾ. ഒരു സെറ്റിലെ മെമ്മോറബിൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്ത് പറയും? ഇപ്പൊ ഫസ്റ്റ് ഷെഡ്യൂള് കഴിഞ്ഞിട്ടുള്ളൂ, സോ ടിൽ നൗ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഓർത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? അത്രയും ഷെഡ്യൂൾസ് ഒന്നും ആയില്ല, നമുക്ക് പ്രൊമോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഒരു സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തത് പ്രൊമോ തന്നെയായിരിക്കും. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഡേ നമ്മൾ രണ്ടുപേരും പിന്നെ നമ്മുടെ ചാനൽ ക്രൂ ഭയങ്കര നല്ല രീതിയിൽ അവരെടുത്തു. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്സ് ഒക്കെ ഒരുപാട് ടൈം എടുത്ത് ഓരോ ഷോട്ടും എടുക്കാൻ ഞങ്ങൾ നോക്കി. സീരിയലിന് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് ഇത്ര സീൻസ് എടുക്കണം, ഇത്ര മിനിറ്റ്സ് നമുക്ക് കൊടുക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടാവും പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങനെ ഒരു ക്രൂവിന്. അപ്പൊ നമുക്ക് ആ ഒരു പ്രഷർ നമുക്കും ഉണ്ടാവും, ഇത്ര സീൻസ് തീർക്കാനുണ്ടല്ലോ, അപ്പൊ നമ്മൾ അത്രയും ടൈം നിൽക്കേണ്ടി വരും. പ്രൊമോയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ റിലാക്സ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ ഔട്ടായ പ്രൊമോയൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ ഒത്തിരി ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ വരുന്നത് വരെ ഞങ്ങൾ റീടേക്സ് പോയിട്ട് പല കാര്യങ്ങളും സെറ്റൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് തോന്നിയത് പ്രൊമോയ്ക്കാണ്. നിങ്ങൾ രണ്ടുപേരും കുറെ സീരിയൽസിന്റെ പാർട്ടായിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സീരിയൽ വർക്ക് കണ്ടിട്ട് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണോ?